ഹായ് എല്ലാ കൂട്ടുകാർക്കും 3 ക്യൂൻസ് വ്ളോഗ്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ചത്തേക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട്. എൻ്റെ മോള് കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അവൾ മാർച്ച് 17-ാം തീയതിയാണ് അവളുടെ ബർത്ത് ഡേറ്റ്. അവളുടെ നാൾ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാർച്ച് 17-ാം തീയതി തന്നെയാണ്. അവളുടെ നാളും ഒരേ ഇതിലാണ് വന്നിരിക്കുന്നത്. അന്നത്തെ നാളാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് കാണാം. ആദ്യം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി തീർന്നു. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് ഒരു ചെറിയ കടയുണ്ട്. അവിടെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മല്ലിപ്പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ ചേച്ചി അവിടെ ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്തു. തിരിച്ച് മല്ലിപ്പൊടിയും വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിൽ വരെയാണ്. ഇതാണ് നമ്മുടെ വീട്. മുകളിലത്തെ നില മുകളിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ തിരിച്ച് മല്ലിപ്പൊടിയും വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് നടന്നു വരികയാണ്. അപ്പോഴതാ ആ ഫ്രണ്ടിൽ നിന്ന് പോയവരെന്നെ എന്തോ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇവിടെ നോക്കി ക്യാമറയൊക്കെ പിടിച്ച് പോകുന്നതെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ഞാൻ മല്ലിപ്പൊടിയും വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നു. ഇനി നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയും ചിക്കനുമാണ്, ചിക്കൻ കറി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ബിരിയാണി അരിയാണ്. 1 കിലോ വാങ്ങി കഴിഞ്ഞ ആഴ്ച 1 കിലോ അരി വാങ്ങിച്ചതിൽ 1/2 കിലോ എടുത്ത് അന്ന് വെച്ചു. 1/2 കിലോ ബാക്കി ഇരുന്നതാണ് ഇന്നെടുത്ത് ബാക്കി വയ്ക്കുന്നത് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, അതിന് പെരുംജീരകം അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ 50 ഗ്രാം നെയ്യ് വാങ്ങി. പിന്നെ നമ്മൾ ചിക്കൻ ഇന്നലെ തലേന്ന് തന്നെ എടുത്തു വച്ചിരുന്നു, ഫ്രിഡ്ജിനകത്ത് വച്ചിരുന്നു. 2.5 കിലോ ചിക്കൻ വാങ്ങി. പിന്നെ ഇതാണെങ്കിൽ മുന്തിരി, അതും ഇന്നലെ വാങ്ങിയതാണ്. അതിൻ്റെ കുറേയൊക്കെ ഞാൻ കഴിച്ച് തീർത്തു. ഇനി കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുക്കള കണ്ട് ആരും കുറ്റം പറയരുത്. ഇത് ഇന്നലെ ഒരു മാമ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിറ്റ് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി. അടുത്ത് നമ്മളെ പൊട്ടിയ കപ്പുകളൊക്കെയാണ് ഇതായിരിക്കുന്നത്. അതിവിടെ മിക്കവാറും ഒക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ കപ്പിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ നമ്മളിനി ബിരിയാണി ഉണ്ടാക്കാനുള്ള സാഹസത്തിലാണ്. ഇത് ഞാനാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കടലയാണ്, പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞിട്ട് അത് വറുത്തതാണ്. അങ്ങനെ നമ്മളിതാ പിന്നെ ആദ്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ. പുട്ടുക്കലം നിങ്ങൾ കണ്ടല്ല, ഇതെൻ്റെ പുട്ടുക്കലമല്ല, അമ്മയുടെ പുട്ടുക്കലമാണ് കേട്ടോ. അമ്മ അടുപ്പിൽ വെച്ച് പുട്ടുണ്ടാക്കുന്നതാണ്. അമ്മ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നു കൊണ്ടുപോകാമെന്ന്. കാരണം അമ്മ ചില നേരങ്ങളിൽ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കാറ്. ചില സമയം ഗ്യാസ് അങ്ങനെ കൂടുതലായിട്ട് അടുപ്പിൽ സ്ഥലം ഉണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കും. അങ്ങനെ ഗ്യാസ് കൂടുതലായിട്ട് അമ്മയ്ക്ക് ഉപയോഗിക്കുന്നത് താല്പര്യമില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുതിയത് വാങ്ങിക്കേണ്ടി വരും. എനിക്ക് പുതിയത് വാങ്ങിക്കാൻ കയ്യിൽ പൈസ ഇല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതുകൊണ്ട് ഞാൻ കൊടുക്കാതെ വച്ചേക്കാണ്. എന്ന് എന്നെ അവരടിച്ചു കൊല്ലുന്നൊന്നും അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കിയാണ്. പുട്ടെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ നമ്മുടെ കുത്തരി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ച് എടുത്ത പുട്ടുപൊടിയാണേ. നമ്മളിങ്ങനെ കുതിരാൻ തലേന്ന് രാത്രി ഇട്ടിട്ട് രാവിലെ എടുത്ത് അതിനെ പൊടിച്ചെടുക്കും. ഞാൻ അതിൻ്റെ ചില്ലിട്ടപ്പോൾ ഉണ്ടല്ലോ അത് താഴെ പോയി. അത് ഇങ്ങനെ മുകളിൽ കൂടെ ഇട്ടപ്പോൾ താഴെ കൂടെ ഇങ്ങ് പോയി. ഞാൻ എന്നിട്ട് ചില്ലൊക്കെ ഇട്ട് ഒന്ന് അതിനിങ്ങനെ ആക്കി വെച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിങ്ങ് താഴെ പോകും. എന്നിട്ട് ഞാൻ അതാ പുട്ടുപൊടിയെ അത് പൊടിച്ചിട്ട് നമ്മൾ പിന്നെ നനയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. അന്ന് പുട്ടുപൊടിയെ നിറച്ചിട്ട് വെള്ളം ഇതിൽ തിളപ്പിക്കാൻ വെച്ച് തിളച്ചോന്ന് നോക്കി. തിളച്ചില്ല. അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ മുന്തിരിയെ എടുത്ത് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിനെ കഴിച്ച് നിൽക്കും കേട്ടോ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ച് നിൽക്കുന്നത് എൻ്റെ ഒരു ശീലത്തിൽപ്പെട്ട കാര്യമാണ്. എന്തുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ച് ഇങ്ങനെ നിൽക്കും. എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആയിട്ട് ഞാൻ വാങ്ങി വെച്ചേക്കും. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രില്ല് കാണില്ല അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ചിക്കനാണെങ്കിൽ ഐസ് പിടിച്ചിരിക്കുകയാണ്. അതിന് വെള്ളത്തിലെടുത്തിട്ടേക്കുകയാണ്. വെള്ളത്തിലെടുത്തിട്ടേക്കുമ്പോൾ അതിൻ്റെ ഐസ് ഇളകുമല്ലോ. അങ്ങനെ വെള്ളം തിളച്ചു. പുട്ട് എടുത്ത് അതിൻ്റെ കുറ്റി എടുത്ത് ഇങ്ങനെ വയ്ക്കുകയാണ്. ഇനി അതവിടെ ഇരുന്ന് വേവ്. രാവിലെ കാപ്പിയായി കുടിച്ചില്ല. മണി 11 എല്ലാവരും കഴിച്ച് കാണും. ഞാനാണെങ്കിൽ ഇവിടെ അതൊന്നും ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നാമത് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് കുറേ നേരം കിടന്ന് ഉറങ്ങി. അപ്പം കിച്ചുവിൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞ്
പിന്നെ അവർക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞയച്ചു. അപ്പോൾ അവൾ എന്ത് ചെയ്തെന്നറിയാം, അമ്മ കുറച്ച് കൂടുതൽ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് മുൻപേ കുറച്ച് വാങ്ങിച്ച അരിയിൽ ബാക്കിയിരുന്നു, അതിനെ കൂടെ എടുത്ത് അതിൽ തട്ടി. എന്നിട്ട് ഇതാ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ ചീനച്ചട്ടി എടുത്തു വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇനി നിങ്ങൾക്ക് അറിയാമല്ലോ, എണ്ണ കുറച്ചുകൂടെ ഞാൻ എടുത്ത് ഒഴിച്ചു കേട്ടോ. എണ്ണ കുറവായിരുന്നു ചിലപ്പോൾ. അതും പോയിട്ട് എണ്ണ ഞാൻ അവിടുത്തെ ചേച്ചിയുടെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. അവർ തന്നെ ഇത് ആട്ടി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആട്ടുന്നാട്ടല്ല, അരച്ച് ഇങ്ങനെ എടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതാണ് ഞാൻ വാങ്ങിക്കുന്നത് അവിടുത്തെ കടയിൽ നിന്ന്, ആ ചേച്ചിയുടെ കടയിൽ നിന്നാണ്. അടുത്ത് നമ്മൾ കടുകിട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ഇടുന്നത് കേട്ടോ. അതിനെ ഇട്ടിട്ട് നമ്മൾ അത് അറിയാമല്ലോ എല്ലാവർക്കും, ഇങ്ങനെ ബ്രൗൺ നിറമാവണത് വരെ. ഞാൻ ഈസിയിലാണ് കേട്ടോ ഇന്ന് ചിക്കനും ഇത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വളരെ എളുപ്പമാണ്. ബ്രൗൺ നിറമായി അതിലോട്ട് സവാള എടുത്ത് തട്ടിയിട്ട് ഇനി സവാള നന്നായിട്ട് അത് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ അതിനെ ഇങ്ങനെ ചിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതൊക്കെ നമ്മൾ അമ്മമാർ ഒക്കെ ഒരു സംഭവമാണ്. ഞാൻ പക്ഷേ ഇത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ പിന്നെ അയ്യോ അത് ചെയ്ത് ഇത് ചെയ്ത് അത് സമയം വേസ്റ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ മല്ലി മുളക് ഇതൊക്കെ വറുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് ഇടുന്നത്. അല്ലെങ്കിൽ പച്ചക്കുത്ത്, എനിക്ക് പച്ചക്കുത്ത് ഇഷ്ടമില്ല, അതിൻ്റെ ഒന്നും പച്ചക്കുത്ത് ഇഷ്ടമില്ല. അപ്പം നമ്മൾ 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. അടുത്ത് ഒരു 1.5 ചെറിയ ഒരു ഇതിലാണ് 1.5 ഇതൊക്കെ മല്ലിപ്പൊടി ഇട്ടു. അതൊക്കെ എൻ്റെ ഒരു അളവിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇത് മസാല ഉണ്ടല്ലോ, ഗരം മസാലയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വയ്ക്കുന്ന മസാലയാണ്. എല്ലാം വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വയ്ക്കും. അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് അതിനെ മൊത്തത്തിലെടുത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, അതിൽ തട്ടി അതിൽ ബാക്കിയുണ്ട്, ഒന്ന് പൊടിച്ചെടുത്തതിൽ തീർന്നു പോയി. അപ്പോൾ ഇനി അത് പൊടിച്ചെടുത്തിട്ട് നമ്മളിത് ചിക്കനിൽ തട്ടിയതിന് ശേഷം അതും കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കും കേട്ടോ. ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടാവുന്നത് വരെ നന്നായിട്ട് കരിയാതെ നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഇത് സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. സവാള വഴണ്ട സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിലോട്ടങ്ങ് തട്ടണം. ചിക്കൻ തട്ടിയതിന് ശേഷം എല്ലാവർക്കും അറിയാം, ഞാൻ പിന്നെ പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ വലിയ ഇതിൽ പാചകത്തിൽ വിദഗ്ധയൊന്നുമല്ല. എന്നെക്കാളുമൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ചിക്കനെ എടുത്ത് ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി അതിനെ വേകാൻ വെച്ചതിന് ശേഷം അതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൂടെ ഇതിനെടുത്ത് ഇത് തട്ടും. ഈ മല്ലിപ്പൊടി, മുളക് പൊടി ഇതിനെയൊക്കെ എടുത്ത് ഇത് എന്താ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി, ഇതിനെ എടുത്ത് അതിൽ കൂടെ അങ്ങ് വെന്തതിന് ശേഷം തട്ടും കേട്ടോ. തട്ടിയതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതാ കണ്ട, ഇനി ബിരിയാണി അരി കഴുകാൻ പോവുകയാണേ. ബിരിയാണി അരി കഴുകി ഞാൻ പറഞ്ഞില്ലേ ബാക്കി ഇരുന്നതും കൂടെ ഇതിൽ എടുത്ത് തട്ടുമെന്ന്. കാരണം അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം, അവളുടെ കൂട്ടുകാരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒന്നിച്ചങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ച് ഇനി എന്തായാലും. പിന്നെ ഇതാ വെള്ളം തിളയ്ക്കാൻ വെച്ച് കേട്ടോ ബിരിയാണി അരിക്ക്. അത് ഞാൻ കാണിച്ചില്ല. ബിരിയാണി അരിക്ക് തിളയ്ക്കാൻ വെച്ച് അതിലോട്ട് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കൂടെ അതിലോട്ട് ഞാൻ ഇടും കേട്ടോ. നമ്മളിത് വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത്. ഇതെവിടെയോ ഉണ്ട് ഏലക്ക, ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട്. പക്ഷേ അതിന് തിരക്കി പിടിക്കണമെങ്കിൽ നേരം എടുക്കും, അതുകൊണ്ട് ഞാൻ തട്ടി. പിന്നെ ചിക്കനിലോട്ട് എടുത്ത് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വറുത്ത് വെച്ചിരുന്നതിനെ എടുത്ത് തട്ടി അതവിടെ ഇരുന്ന് ഇനി വേകട്ടെ. അപ്പോൾ ഇത് ബിരിയാണിക്കുള്ളത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയ്ക്ക് ഇത് പൊടിച്ചെടുത്ത് കേട്ടോ, ഗ്രാമ്പു മസാല, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം ഇതിനെല്ലാം പൊടിച്ചെടുത്തിട്ട് അതിൽ കുറവായിരുന്നല്ലോ, അപ്പോൾ ബാക്കി ഇവിടെ ഇട്ട് ഇളക്കി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ വേവിച്ചെടുക്കും. ഇപ്പുറത്ത് ബിരിയാണിയുടെ വെള്ളം കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിളയ്ക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അരി ഇടണം. അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ എടുത്ത് ഇനി ഇതിലോട്ട് ഇട്ടാൽ മാത്രം മതി. അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് ഇതിലോട്ടിട്ടു. നിങ്ങൾ ഇതുപോലെയാണോ എന്നറിയില്ല ബിരിയാണി ഉണ്ടാക്കുന്നത്, പക്ഷേ ഞാൻ ഇതുപോലെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഉപ്പിട്ടിട്ട് ഞാൻ കുറച്ച് നമ്മുടെ നെയ്യുണ്ടല്ലോ, നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കും. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്
ഒന്ന് ഇളക്കി ഇങ്ങനെ വയ്ക്കും. ഇളക്കി വെച്ച് അതിലിരുന്ന് ഈ വെള്ളം വറ്റി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ബിരിയാണി നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ സെറ്റാക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ബിരിയാണി സെറ്റായി കിട്ടും. നമ്മുടെ ചിക്കൻ അത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടും ചിക്കനും റെഡിയായി. അങ്ങനെ ഞാൻ ഇനി കിച്ചുവിന് ആദ്യം എടുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ ഗേളാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിനെടുത്ത് കൊടുക്കുകയാണ്. കൊടുത്ത് അദ്ദേഹം ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. നമ്മുടെ ബിരിയാണിയും റെഡിയായി. ബിരിയാണി ഇത് അടച്ച് വെച്ച് ഒന്ന് റെഡിയായി. ഇനി ബിരിയാണിയുടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതിലോട്ട് നമ്മൾ ആദ്യം നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചു. ഞാൻ 50 ഗ്രാം നെയ്യാണേ വാങ്ങിയത്. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരുന്നതാണ്. എനിക്ക് 50 ഗ്രാം കൂടുതലാണ്. കൂടുതൽ അല്ല, മീൻസ് ഇത് 50 ഗ്രാം വാങ്ങിയതിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് കുറച്ചിരുന്നതാണ് അതിൻ്റെ. എന്നിട്ട് ഏലക്ക ഇട്ടു. ഏലക്ക നമ്മൾ ചതച്ച ഏലക്ക അതിലോട്ടിട്ടു. എന്നിട്ട് നമ്മൾ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതാണ് ഇടുന്നത്. പട്ട ഗ്രാമ്പൂ ഏലക്ക. അതിന് പട്ട ഗ്രാമ്പൂ ഏലക്ക ഞാൻ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിട്ടു. എന്നിട്ട് അതിന് ശേഷമാണ് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ഇട്ടത്. അങ്ങനെ അതൊന്ന് വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരില്ല, വറുത്ത് അതിൽ കൂടെ ഇട്ടിട്ട് നിങ്ങളൊക്കെ വറുത്ത് കോരി എടുക്കുമായിരിക്കുമല്ലേ. ഞാൻ വറുത്ത് കോരി എടുക്കില്ല. ഇതിൽ പിന്നെ ചെറുതായിട്ടൊരു മഞ്ഞപ്പൊടി ഇടും കേട്ടോ. മഞ്ഞപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് കണ്ടോ മഞ്ഞപ്പൊടി ഇട്ടു. അത് അല്ലെങ്കിൽ നമ്മൾ വെള്ള ചോറ് പോലെ ഇരിക്കും, എനിക്കത് ഇഷ്ടമല്ല. എന്നിട്ട് ബിരിയാണി ഇതിലോട്ട് ബിരിയാണി ചോറ് ഇതിലോട്ട് കോരിയിടും. കോരിയിട്ടിട്ട് നമ്മളൊന്ന് എല്ലാ ബിരിയാണി ചോറും കോരിയിട്ടിട്ട് നമ്മളൊന്ന് അതിനെ ഇളക്കി സെറ്റ് ചെയ്യും. ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണിയും ചിക്കൻ കറിയും കണ്ട നല്ല കളർ കണ്ടോ എൻ്റെ ചിക്കൻ കറി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തന്നെ കണ്ടപ്പോൾ എന്താ രസം അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ ഫൈനൽ ലുക്കാണ് ഞാൻ നിൽക്കുന്നത് കണ്ട. ഇനി ഇതൊക്കെ മാറ്റി ഇനി ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. അപ്പോൾ നമ്മുടെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിയും ഇറച്ചിയും നമ്മുടെ ചിക്കൻ കറിയും അടുത്ത് നമ്മുടെ മുന്തിരിയും ഒക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേ കുട്ടിക്കൊരു ഹായ് എല്ലാവരും കൊടുത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.